പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ സ്കൂൾ വിപണി സജീവമായി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമെല്ലാം പുതിയ അധ്യയന വർഷത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധന സാമഗ്രികളും കൊണ്ട് കടകൾ സജീവമായിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കുട്ടികൾ വിദ്യാലയത്തിലെത്തുമ്പോൾ ഇത്തരം വസ്തുക്കളെല്ലാം പുതിയത് തന്നെ വേണമെന്ന കുട്ടികളുടെ ആവശ്യമാണ്. സ്കൂളിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം വിപണനം ചെയ്യുന്ന പ്രത്യേക സ്റ്റോറുകളും സ്റ്റാളുകളും ചിലയിടങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയുള്ള ഫാൻസി സ്റ്റേഷനറി കടകളോട് ചേർന്ന് വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട്. നോട്ട്ബുക്കുകൾ, കുടകൾ, ബാഗുകൾ, വെള്ളക്കുപ്പികൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങിയവയും കൂടാതെ പേന, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, റെയിൻകോട്ടുകൾ തുടങ്ങിയവയെല്ലാം വിപണികളിൽ നിറഞ്ഞിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ മുൻവർഷത്തേക്കാൾ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും മറ്റുമാണ് വിപണിയിലെ വിലവർധനവിന്റെ കാരണം. എന്നിരുന്നാലും സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ തന്നെ ലഭ്യമാകുന്ന രീതിയിലും ഓഫറുകളും മറ്റുമായി വിപണി ഒരുക്കിയിട്ടുണ്ടെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിലർ അൽമോയ റസാഖ് പറഞ്ഞു. സ്കൂൾ അവധിക്കാലം കഴിയാറായി. ഇനിയുള്ള കാലം പഠനത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളുമായിട്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അരീക്കോടും പരിസര പ്രദേശങ്ങളിലുള്ള കച്ചവടക്കാർ സ്കൂൾ വിപണി വേണ്ട രീതിയിൽ തന്നെ തയ്യാറായി കഴിഞ്ഞു. പരമാവധി വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള വിലക്കുറവ് നൽകിക്കൊണ്ടാണ് സ്കൂൾ അധികൃതരെയും മറ്റും കാത്തിരിക്കുന്നത്. അരീക്കോട് എല്ലാ കേന്ദ്രങ്ങളിലും പുസ്തകവും അതുപോലെ തന്നെ കുടയും ബാഗും മറ്റും പേനയും മറ്റു എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങൾ തയ്യാറായിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ശേഖരങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പുസ്തകങ്ങളും മറ്റും വാങ്ങിക്കുമ്പോൾ, ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ചില സമ്മാന പദ്ധതികളുമായിട്ടും അരീക്കോടും പരിസര പ്രദേശത്തുള്ള കച്ചവടക്കാർ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളെ. വാട്ടർ ബോട്ടിലുകളും മറ്റുമൊക്കെ സൗജന്യമായി കൊണ്ട് തന്നെ നൽകാൻ കച്ചവടക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും അരീക്കോടും പരിസര പ്രദേശങ്ങളിലേക്കും ആകർഷിക്കുന്ന രീതിയിൽ കച്ചവടക്കാർ കാത്തിരിക്കുകയാണ്. കോവിഡ് പോലുള്ള പ്രതിസന്ധികളിൽ ചേർത്ത് പിടിച്ച വ്യാപാരികളെ പരിഗണിക്കാതെ ഇത്തരം സന്ദർഭങ്ങളിൽ ഓൺലൈൻ വിപണികളെയും മറ്റും സമീപിക്കുന്നതും വിപണിയിലെ വിൽപ്പനയ്ക്ക് പുറമെ ചിലയിടങ്ങളിൽ വിദ്യാലയങ്ങളിൽ തന്നെ അധ്യാപകരും മറ്റും നേരിട്ടും സഹകരണ സ്റ്റോറുകൾ വഴിയും ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതും വ്യാപാരികൾക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മഹാപ്രളയം അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കച്ചവടക്കാർ ഏറെ പ്രതിസന്ധിയിലായിരുന്ന കാലത്ത് പോലും നാട്ടുകാരെയൊക്കെ ഏറെ സഹായിക്കാനുണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ പല ആളുകളും ഇന്നും ഓൺലൈൻ വ്യാപാരത്തിൽ തകൃതിയായി പർച്ചേസ് ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ PTA കമ്മിറ്റിയോ അറിഞ്ഞോ അറിയാതെയോ സ്കൂളിൽ വിപണി തുറന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോമുകളും ബാഗുകളും കുടകളും ഒക്കെ വിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ കച്ചവടക്കാരെ ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യം ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. ഇത്തരം വിപണികളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാർ ഏറെ ദുരിതത്തിലാവുമെന്നുള്ള കാര്യം സ്കൂൾ അധികൃതർ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഒരു വീട്ടിൽ രണ്ടും അതിലധികവും കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് സ്കൂൾ സാമഗ്രികൾ ഒരുക്കിക്കൊടുക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. സന്നദ്ധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ തുടങ്ങിയവർ നൽകുന്ന റിലീഫ് പ്രവർത്തനങ്ങളാണ് ചിലർക്കെങ്കിലും ആശ്വാസമാകുന്നത്.